ആദ്യമേ ഇവിടെ വന്നത് എനിക്ക് പഠന തടസ്സം ഉണ്ടായിരുന്നു. അതുമൂലമായിരുന്നു ഞാനിവിടെ വന്നത്. ഉടമ്പടി എടുത്തതിനെ തുടർന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചതിനെ തുടർന്ന് എനിക്ക് ആസ്മ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ രണ്ടാം ദിവസം തന്നെ എനിക്ക് ആസ്മ എന്നുള്ള അസുഖം വിട്ടുമാറി. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ +2 പരീക്ഷ തോറ്റിരുന്നു. എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും പാസ്സായി, ഞാൻ മാത്രമാണ് തോറ്റത്. 1 മണിക്കൂർ എടുത്താൽ പോലും എനിക്ക് ഒരു വരി പോലും ഓർത്ത് വെക്കാനുള്ള ഒരു മെമ്മറി കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടിയിൽ ഒരു നിയോഗം അതായിരുന്നു വെച്ചിരുന്നത്. സപ്ലി പരീക്ഷ എഴുതി എനിക്ക് നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകാൻ സാധിച്ചു. ഞാൻ കാശ് രൂപം കയ്യിൽ പിടിച്ചാണ് പരീക്ഷ എഴുതിയത്. ഉടമ്പടി തൈലം നെറ്റിൽ തൊട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. 5 മിനിറ്റ് മുമ്പ് ആ ഉടമ്പടി തൈലം തൊട്ട് ഞാൻ കുരിശ് വരച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് 5 മിനിറ്റോളം മുമ്പ് പെട്ടെന്ന് എനിക്ക് എന്തോ പുസ്തകത്തിലൊരു ക്വസ്റ്റ്യൻസ് നോക്കാൻ തോന്നി. അത് തന്നെയാണ് പരീക്ഷയ്ക്ക് ഞാൻ വന്നതും. അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതിയതും. എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാകുകയും ചെയ്തു. നല്ല കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചു. എനിക്ക് ഒരു വിഷയത്തിന് പോലും അതിനുശേഷം ഞാൻ തോറ്റിട്ടില്ല. എപ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപം വെച്ചിട്ടാണ് ഞാൻ പരീക്ഷ എഴുതുന്നതും പഠിക്കുന്നതും. ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ഒപ്പം തന്നെ ഉപവാസം കറക്റ്റായി എടുക്കുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമായിരുന്നു. എനിക്ക് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു. ഞാനിപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. സാക്ഷ്യം ഞാൻ ഒരുപാട് വൈകിട്ടാണ് പറയുന്നത്. 2018 ഞാൻ ഉടമ്പടി എടുത്തത്.